റഷ്യ ഉക്രൈനിൽ 2022 അധിനിവേശം ആരംഭിച്ചതിന് ശേഷം നടത്തുന്ന കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. 550-ലധികം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈന് നേരെ ആക്രമണം നടത്തിയെന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് കീവ് നഗരത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും ആക്രമണങ്ങൾ എല്ലാം തന്നെ നടന്നത്. രാത്രി വൈകി ആരംഭിച്ച ആക്രമണം പുലർച്ചെ വരെ നീണ്ടുനിന്നു. അതായത് ഉക്രൈൻ ഭരണകൂടം പറയുന്നത് രാത്രി മുഴുവൻ ഡ്രോണുകൾ വന്ന് തമ്മിൽ കൂട്ടിമുട്ടുന്നു, ഇടിക്കുന്നു, തകരുന്നതിൻ്റെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ ആകാശത്ത് മുഴുവൻ തന്നെ ഈ ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്. അതായത് കീവ് എന്ന് പറയുന്ന നഗരമേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്ന് പറയുന്നുണ്ട്. സമീപത്തുള്ള 10 ജില്ലകൾക്കും സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണ തോത് ഉയർന്നു എന്ന് ഉക്രൈൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന പല ആളുകളും റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയപ്പെടുകയാണ്. കാരണം അത്രത്തോളം അന്തരീക്ഷം മലിനീകരണപ്പെട്ടിരിക്കുന്നു. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു. കാരണം പുടിൻ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ തനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ കോൾ വന്നു. അതുകൊണ്ട് തനിക്ക് നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞ് ആ പരിപാടിയിൽ നിന്ന് പോയതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത്. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത് പുടിനുമായിട്ട് നടന്ന ഈ ചർച്ച, ടെലിഫോൺ സംഭാഷണം ആശാവഹമായിരുന്നില്ല. കാരണം പുടിൻ്റെ നിലപാടുകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ടെലിഫോണിലെ ചർച്ച നടന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്ക ഉക്രൈന് നൽകിയിരുന്ന ആയുധങ്ങളുടെ സപ്ലൈ, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ നൽകുന്നത് ഇപ്പോൾ നിർത്താനായിട്ട് അമേരിക്ക തീരുമാനിച്ചു. ഇക്കാര്യം ഔദ്യോഗികമായിട്ട് ഉക്രൈൻ ഭരണാധികാരിയായ സെലൻസ്കിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യമാണ് പുടിനുമായിട്ട് ചർച്ച ചെയ്തത്. ഞങ്ങൾ ഇനി ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകുന്നില്ല. അങ്ങനെ ആയുധങ്ങളുടെ സപ്ലൈ ഒരു വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കീവിലെ സംഘർഷാവസ്ഥയ്ക്ക് വലിയ തോതിൽ ആശ്വാസകരമാകും. പക്ഷേ പുടിൻ എടുക്കുന്ന നിലപാടുകൾ, അതായത് നിലവിൽ ഉക്രൈനിൽ നിന്ന് തങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെ നിയന്ത്രണം ഇനിയും ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. യുദ്ധം അവസാനിപ്പിച്ചാലും ഞങ്ങൾ ഈ സ്ഥലങ്ങൾ ഉക്രൈന് വിട്ടു നൽകില്ല. ഇതാണ് പുടിൻ പറയുന്നത്. അടുത്ത ഡിമാൻഡും വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന ഭരണാധികാരിയെ ഉക്രൈൻ പുറത്താക്കണം. കൂടാതെ ഉക്രൈൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, നാറ്റോയിൽ അംഗത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അംഗത്വം നൽകാനുള്ള നീക്കത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. കാരണം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗത്വം നേടും എന്ന് പറഞ്ഞതായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിമാൻഡുകളാണ് വെച്ചതെന്നും അതുകൊണ്ട് ചർച്ച ആശാവഹമായിരുന്നില്ല, അല്ലെ വേണ്ടത്ര പ്രയോജനമുണ്ടായില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ വാർത്തകൾ ഉക്രൈനിലെ അടക്കം മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് റഷ്യ വീണ്ടും ഈ ആക്രമണം നടത്തിയത്. ഏതാണ്ട് 550 ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയാം. അതായത് ചിലപ്പോൾ അധിനിവേശം നടത്തിയതിന് ശേഷം ഒറ്റ ദിവസം ഇത്രയധികം ഡ്രോണുകളും മിസൈലും വെച്ച് ഒരു ആക്രമണം നടത്തിയത് ഇതാദ്യമാണ്. ഏതാണ്ട് 7 മണിക്കൂറോളം ആക്രമണം നീണ്ടു നിന്നു. കീവിലെ ഒരു വിമാനത്താവളത്തിൽ വലിയ സ്ഫോടന ശബ്ദവും തീ ഉയരുന്നതുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിമാനത്താവളത്തിലും തീ പിടിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഉക്രൈൻ എത്ര നാശമുണ്ടായെന്ന് ഇപ്പോഴും വെളിപ്പെടുത്തിയില്ല. കാരണം അങ്ങനെ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തിയാൽ ഒരു പക്ഷേ ഉക്രൈൻ സൈനികരുടെ മനോവീര്യം നഷ്ടപ്പെടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഉക്രൈൻ ഇപ്പോൾ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. 2 ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെ 270 ഡ്രോണുകളെ ഞങ്ങൾ തകർത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ 8 സ്ഥലങ്ങളെ റഷ്യ ആക്രമിച്ചു. അതിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നു. ഇതിന് റഷ്യ പറയുന്ന ഒരു ന്യായം, ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. അതായത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേനയുടെ ഉപമേധാവിയുണ്ട്, മേജർ ജനറൽ മിഖായിൽ ഗുഡ്കോവ്. ഇയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവിടുത്തെ പരമോന്നത സിവിൽ ആർമിക്കാർക്ക് നൽകുന്ന ബഹുമതിയും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ വർഷം പുടിൻ ആദരിച്ച വ്യക്തിയാണ്. മാത്രമല്ല പുടിൻ തന്നെയാണ് റഷ്യൻ നേവിയുടെ തീരദേശ കരസേന സംയുക്ത സേനകളുടെ ഡെപ്യൂട്ടി ഉപമേധാവിയായിട്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേധാവിയായിട്ട് ഈ പറയുന്ന ഗുഡ്കോവിനെ നിയോഗിച്ചതും. ഈ ഗുഡ്കോവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും ഉയർന്ന സൈനിക പദവിയിലുള്ള വ്യക്തി കൂടിയാണ് ഈ ഗുഡ്കോവ്. ഈ ആക്രമണം ഉണ്ടായത് മാത്രമല്ല, ഉക്രൈൻ ഇത്തരത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ റഷ്യയുടെ പല ഭാഗത്തും ആൾനാശമുണ്ടാക്കുന്നു.
അതുകൊണ്ട് തന്നെ റഷ്യ തിരിച്ചടിക്കുമ്പോൾ ഉക്രൈൻ ഈ ജനങ്ങളെ അവിടെ ഒരു കവചമാക്കി വെക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ഷീൽഡിനെ കവചമാക്കിക്കൊണ്ട് അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സെറ്റ് ചെയ്യുകയാണ് ഉക്രൈൻ എന്നാണ് റഷ്യയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ റഷ്യൻ ആക്രമണത്തിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് കൂടി വരികയാണ്. അപ്പോൾ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കെടുത്താൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണത്തിൽ 50% വർധനവുണ്ടായി. അപ്പം ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ജൂലൈ 10 ഉക്രൈൻ ഉച്ചകോടി നടക്കാനായിട്ടിരിക്കുകയാണ്. അതിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ എന്നിവരൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് നാറ്റോ എങ്ങനെ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കും, ഗൗരവപരമായ സപ്പോർട്ടുകൾ എങ്ങനെ നൽകണം, ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ്. അതിനിടയിലാണ് റഷ്യ തുടർച്ചയായിട്ട് ആക്രമണം നടത്തി ഉക്രൈനെ ഏതാണ്ട് തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ മാസം ഈ പറയുന്ന ഇസ്താംബൂളിൽ റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിൽ ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതായത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, യുദ്ധത്തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചർച്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികർ, ഏതാണ്ട് 25 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഉടമ്പടിയിലൊക്കെ ഒപ്പുവെച്ചു. അത്തരം നീക്കങ്ങൾ നടക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തി ഞങ്ങളുടെ ഇടപെടൽ ഇനി ഉണ്ടാകില്ല, ഞങ്ങൾ ആയുധങ്ങളൊന്നും നൽകുന്നില്ല എന്ന് പറയുന്നു. ഈ മൂന്നാമത്തെ സൈഡിലൂടെയാണ് റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങളാണ് ഇത്ര കാലവും ഉക്രൈന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, അതുപോലെ തന്നെ മിസൈലുകൾ, ഈ പറയുന്ന ഡ്രോണുകൾ ഇതൊക്കെ നൽകിയത്, വലിയ തോതിലുള്ള സഹായം നൽകിയിരുന്നു. അങ്ങനെ നൽകിയതോടുകൂടി അമേരിക്കയുടെ ഈ സൈനിക അതുപോലെ ശേഷിയിൽ, അതുപോലെ തന്നെ ഈ ആയുധങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നു. ഇത് പരസ്യമായി പറയാതെ ഞങ്ങൾ ഉക്രൈനുള്ള സഹായം നിർത്തുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെയും സെലൻസ്കിയെ പരസ്യമായി വിളിച്ച വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി ഉള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. 3 വർഷമായി തുടരുന്ന സംഘർഷം ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ റഷ്യയിലെയും ഉക്രൈനിലെയും ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നു. നിരപരാധികളായ 100 കണക്കിന് ആളുകളാണ് ഓരോ ആക്രമണവും കഴിയുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പം രാഷ്ട്രീയപരവും തന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയാണ്. എന്നാൽ ഉക്രൈനിൽ ഇപ്പോൾ റഷ്യ നടത്തിയ ഈ ആക്രമണത്തെ തുടർന്ന് അവിടെ വലിയ തോതിലുള്ള വായു മലിനീകരണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പരമാവധി എയർ പ്യൂരിഫയറുകൾ റൂമിനുള്ളിലൊക്കെ ഉപയോഗിക്കണമെന്ന് ഉക്രൈൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർ പരമാവധി ശ്രദ്ധ പുലർത്തണം. അതായത് വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന്, മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് പരമാവധി സമയം ചെലവാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൻ്റെ സൈറണുകൾ, മുന്നറിയിപ്പുകളൊക്കെ വരുമ്പോൾ ബങ്കറുകളിലേക്ക് നീങ്ങണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടാനുള്ള അവസരമുള്ളൂ എന്ന് ഉക്രൈൻ ഭരണകൂടവും പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ യുദ്ധം 3 വർഷത്തോളം നീണ്ടതിന് ആ ഒരു സാഹചര്യത്തിൽ ഇനി എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് വ്ളാഡിമിർ പുടിൻ്റെ ലക്ഷ്യം പഴയ സോവിയറ്റ് യൂണിയനെ പുനഃപ്രതിഷ്ഠിക്കുക. അത്തരമൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഉക്രൈനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി റഷ്യയുടെ ഭാഗമാക്കി ചേർക്കുക. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത ഘട്ടമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നാറ്റോ രാജ്യങ്ങൾ എങ്ങനെ ഉക്രൈനെ സഹായിക്കാം, എങ്ങനെ അവർക്ക് പിന്തുണ കൊടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടത്താൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. അത്തരമൊരു നീക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉക്രൈനെ അടിച്ചിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 550-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച്, അതായത് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയതും കീവ് ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. 10 ജില്ലകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ പറ്റിയെന്ന് ഉക്രൈൻ സമ്മതിച്ചിട്ടുണ്ട്. കൃത്യമായ കണക്കുകൾ നിലവിൽ ഉക്രൈൻ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടും പുടിൻ അതൊന്നും അനുസരിക്കുന്നില്ല. പുടിൻ തങ്ങളുടെ ലക്ഷ്യം, തങ്ങളുടെ നീക്കം അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പൂർണ്ണമായിട്ടും ഉക്രൈനെ കീഴ്പ്പെടുത്തുക, തങ്ങളുടെ അധിനിവേശത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കാതെ തങ്ങൾ പിന്മാറില്ല എന്നുള്ള ഒരു നിലപാട് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉക്രൈന് നേരെ റഷ്യ നടത്തിയ വ്യോമാക്രമണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.